ഹലോ വെൽക്കം ബാക്ക് ടു യമ്മി മലബാർ. ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള അതേസമയം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും താമസിയാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ആയിട്ട് യമ്മി മലബാർ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ റവ കേസരി ചെയ്തെടുക്കാനായിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം ഓയിലൊന്നും ചേർക്കാനായിട്ട് പറ്റില്ല. നമ്മൾ ഈ കേസരി ചെയ്തെടുക്കുമ്പോൾ നെയ്യ് തന്നെ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ വനസ്പതിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പശു നെയ്യ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ബട്ടർ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ ഒന്നും കൂടെയും ഈ ഒരു റെസിപ്പിക്ക് ടേസ്റ്റ് നൽകാൻ നെയ്യ് യൂസ് ചെയ്യുന്നതാവും. നെയ്യ് ഒന്ന് ഉരുകി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 1 കപ്പ് അളവിൽ റവ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതേപോലുള്ള കപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോൾ 250 ml കപ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ ഏത് കപ്പാണ് എടുക്കുന്നത് അതിൽ തന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അളന്നെടുത്താൽ മതിയാവും. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കൂടുതൽ നേരം കളറൊന്നും ചേഞ്ച് ആകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് മതിയാകും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പിക്കായിട്ട് വറുത്ത റവയാണെന്നുണ്ടെങ്കിലും വറുക്കാത്ത റവയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്നത് വറുത്ത റവയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണം. നിർബന്ധമായിട്ടുള്ളൊരു സ്റ്റെപ്പാണിത്. അപ്പോൾ റവയെല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഇത് മാറ്റാം. എന്നിട്ട് ഇതേ സെയിം പാനിൽ തന്നെ 1 കപ്പ് അളവിൽ 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് അളവിൽ പാലും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഈ റെസിപ്പി വേണമെങ്കിൽ മുഴുവനായിട്ടും വെള്ളത്തിൽ ചെയ്തെടുക്കാം. അതായത് ഇപ്പോൾ നമ്മൾ 1 കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ 2.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് പാലിലും ചെയ്തെടുക്കാം. 2.5 കപ്പ് അളവിൽ പാലിലും ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ പാലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടിയും യൂസ് ചെയ്യാം. വെള്ളത്തിൽ പാൽപ്പൊടി മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു അളവിൽ 2.5 കപ്പ് അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മുടെ റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3/4 കപ്പ് അളവിൽ പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു മീഡിയം മധുരമാണ്. നല്ല മധുരമൊക്കെ വേണമെങ്കിൽ റവ എടുത്ത അതേ കപ്പിൻ്റെ അളവിൽ തന്നെ മുഴുവനായിട്ട് പഞ്ചസാര എടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി നമ്മുടെ ഈ റെസിപ്പിൻ്റെ ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ പഞ്ചസാര ചേർത്തതിന് പകരം നിങ്ങൾക്ക് ഒരു 1/2 കപ്പ് അല്ലെങ്കിൽ 3/4 കപ്പ് അളവിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് പഞ്ചസാരയും കണ്ടൻസ്ഡ് മിൽക്കും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഒരു 5-6 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിരുന്നാൽ മതിയാവും. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ റവ ചേർത്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിലാക്കണം. ലോ ഫ്ലെയിമിൽ ആക്കേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് റവയൊന്ന് കുക്കാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. റവയെല്ലാം ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഫ്ലേവറിന് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ബദാം മിക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാനായിട്ട് കിട്ടും ഈ ഒരു എസൻസ്. അതുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറും കിട്ടും, അതേപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ ബദാം മിക്സിൻ്റെ റേറ്റ് 53 രൂപയാണ്. ഇതിന് പല ഫ്ലേവേഴ്സ് ഉണ്ട്. ഈ ബദാം മിക്സിൻ്റെ ഫ്ലേവർ നമ്മുടെ കേസരിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ ബദാം മിക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കേസരിയുടെ പരുവം എന്താണെന്ന് വെച്ചാൽ പാനിൽ നിന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആയി വരുന്നവരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇത്രയും തിക്കായിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് കുറച്ചിരിക്കണം. പിന്നീട് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു പരുവായാൽ വളരെ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് വേണം നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ റവ എല്ലാം അല്പം കൂടി തിക്കായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാനിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് വിട്ട് കിട്ടണം. അപ്പോൾ അതിനായിട്ട് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം നെയ്യ് ചേർക്കുമ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് ആദ്യമേ തന്നെ ചേർത്ത് കൊടുക്കരുത്. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അധികം നെയ്യ് യൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. മാത്രമല്ല നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ കേസരി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൻ്റെ പരുവം കണ്ടാൽ മനസ്സിലാകും. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ അതൊക്കെ ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് താളിച്ചതിന് ശേഷം ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല. ഞാനിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ശരി, നമുക്ക് ഇനി ഇത് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലാണ് ഞാൻ നമ്മുടെ കേസരി സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പാത്രമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കേസരി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ടൈപ്പിലുള്ള മോൾഡ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെയൊന്നും ഇല്ലെങ്കിൽ സാധാ സ്റ്റീൽ പ്ലേറ്റിലാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ചൂടോടെ തന്നെ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ മുഴുവനായിട്ട് മാറിയതിന് ശേഷം കട്ട് ചെയ്ത് മാറ്റാം. ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, പുറമേ തന്നെ വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഇതേ കേസരീൻ്റെ ചൂടെല്ലാം മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ പാത്രത്തിൻ്റെ ചുറ്റിലും നെയ്യോ അല്ലെങ്കിൽ ഓയിലോ എന്തെങ്കിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. എന്നാലാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് വിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ റെസിപ്പി. എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉള്ള ചേരുവകൾ മാത്രമല്ലേ ഉള്ളൂ ഈ ഒരു റെസിപ്പി ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്